ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ കർത്താവിനെ സമീപിച്ചു. തങ്ങൾക്ക് സൗഖ്യം തരണമെന്ന് ആവശ്യപ്പെട്ടു. കർത്താവ് അവരൊന്ന് നോക്കി, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അവർ മടങ്ങിപ്പോയി. ചിലർക്ക് നിരാശയും വന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളെ ഒന്ന് അംഗീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അവരവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തിരിച്ച് നടന്നു പോയപ്പോൾ ഏകദേശം പകുതി വഴി ചെന്നപ്പോൾ അവർ ശരീരത്തിൽ നോക്കിയപ്പോൾ അവിടെ രോഗമൊക്കെ മാറി. അവൾ സുന്ദരന്മാരായി. അതിലൊരാൾ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വന്നു. അവനൊരു പ്രജാതിക്കാരനെ, മറ്റുള്ളവരെ യൂതന്മാരായിരുന്നു. അവനെ കണ്ടൊരു നന്ദി പറയണം എന്നവൻ ചിന്തിച്ചു. അവൻ തിരിച്ചു വന്നു. നീ എന്താ തിരിച്ചു വന്നു ചോദിച്ചു. ഞാൻ അങ്ങയൊന്ന് കാണാനും നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ രക്ഷിച്ചിരിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞത്. മറ്റവർ രോഗസൗഖ്യം തേടിപ്പോയി. രക്ഷ കിട്ടിയത് ഈ പുറജാതിക്കാരനാണ്. അപ്പോൾ സൗന്ദര്യം വേണോ രക്ഷ വേണോ? രക്ഷ വേണം. രോഗശാന്തി കിട്ടിയില്ലെങ്കിൽ വിശ്വാസപ്പെടരുത്. രക്ഷയാണ് നമുക്കൊരുത്. രക്ഷ കിട്ടുമ്പോൾ രോഗശാന്തി തന്നെ കിട്ടും. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക. അതാണ് നമുക്കാവശ്യം.